നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രതീക്ഷിച്ചതുപോലെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധനവ് വരുത്തിയിട്ടില്ല. എന്നാൽ കൃത്യമായി പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു. നിലവിൽ 8,000 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയായിട്ടുള്ളത്. ഇതിൽ 2 മാസത്തെ 3,200 രൂപ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ കുടിശ്ശികയുള്ള 6 ഗഡുക്കളിൽ 1 ഗഡു DA നൽകാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും ജീവനക്കാർക്ക് ആശ്വാസം തന്നെയാണ്. കൂടാതെ അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.